ഈ ഒരു സിനിമ കാണാനായിട്ട് എന്നെ ഏറ്റവും കൂടുതൽ അട്രാക്ട് ചെയ്യിച്ച കാര്യം എന്ന് പറയുന്ന ഈ ഒരു സിനിമയുടെ ടൈറ്റിലും ആ ഒരു ട്രെയിലറും തന്നെയാണ്. കാരണം ഒരു നൈസ് കോൺസെപ്റ്റ് ആയിരുന്നു. ഒരു സിംഹത്തിന്റെ കൂടുതൽ അകപ്പെട്ടു പോകുന്ന അയാളെ രക്ഷപ്പെടുത്തുന്ന ഒരു സ്റ്റോറി ആൻഡ് സുരാജ് ഏട്ടൻ, ചാക്കോച്ചൻ ആൻഡ് ദ ഡയറക്ടർ ഓഫ് എസ്ര. സോ ഇങ്ങനത്തെ കുറച്ച് കാര്യങ്ങളാണ് എന്നെ ഈ സിനിമയിൽ ഏറ്റവും കൂടുതൽ അട്രാക്ട് ചെയ്യിപ്പിച്ചത്. ആൻഡ് ഞാൻ സിനിമ കണ്ടു നോക്കി. എങ്ങനെ ഉണ്ടായിരുന്നു ചോദിച്ചാൽ, റീസെന്റ് ഞാൻ കണ്ടതിൽ വെച്ച് എന്നെ ഏറ്റവും കൂടുതൽ വെറുപ്പിച്ച ഒരു മലയാള സിനിമ. അതിന്റെ അപ്പുറത്തേക്ക് എനിക്ക് പറയാനൊന്നുമില്ല. ഇത് എന്റെ മാത്രം ഒപ്പീനിയൻ ആണ്. ബാക്കിയുള്ളവർക്കൊക്കെ ചിലപ്പോൾ വർക്കാവാം, ഫാമിലി ഓഡിയൻസിന് ഇഷ്ടപ്പെടാം, ഓക്കെ ഫൈൻ. പക്ഷെ എന്നെ സംബന്ധിച്ചോളം ഞാൻ ആ തിയേറ്ററിൽ ഇരുന്നപ്പോൾ സിനിമയുടെ സ്റ്റാർട്ടിങ് തൊട്ട് എൻഡ് വരെ ഒരു സീക്വൻസിൽ പോലും എന്നെ എൻഗേജിപ്പിക്കുകയോ അല്ലെങ്കിൽ ഒരു സീനിൽ പോലും ഓക്കെ നമുക്കിത് ഇഷ്ടപ്പെട്ടു എന്ന രീതിയിലല്ല. ആ ഒരു സിംഹത്തിന്റെ കോൺസെപ്റ്റ് പോലും ഭയങ്കര രീതിയിൽ വലിച്ചു നീട്ടി, അതായത് ഒരു 10 മിനിറ്റിലൊക്കെ തീർക്കാൻ പറ്റുന്ന സ്റ്റോറി, ആ ഒരു സ്റ്റോറിനെ വലിച്ചു നീട്ടി 2 മണിക്കൂർ സിനിമ. ഓക്കെ, ഒരു കൂട്ടിലാക്കപ്പെട്ട ഒരാൾ പെട്ടെന്ന് രക്ഷപ്പെടുത്താൻ പറ്റൂല എന്നൊക്കെ ശരിയാണ്, ഫൈൻ. പക്ഷെ ഇതിൽ കാണിക്കുന്ന കാര്യങ്ങളുണ്ടല്ലോ, അതൊക്കെ ഭയങ്കര ലാഗായിട്ടാണ് എനിക്ക് ഫീൽ ചെയ്തത്. ആൻഡ് ഒരു ബാക്ക് സ്റ്റോറി കാണിക്കുന്നുണ്ട്, ഒരു റൊമാൻസ്. അത് റൊമാൻസ് ആണെന്നും അല്ലെങ്കിൽ അവിടുത്തെ ക്യാരക്ടേഴ്സും ഇമോഷൻസും ഒന്നും കണക്ട് ചെയ്യുന്നില്ല. ഈ ഒരു സിനിമയുടെ തിയേറ്റർ എക്സ്പീരിയൻസ് എനിക്ക് എങ്ങനെ ഉണ്ടായിരുന്നു ചോദിച്ചാൽ, ഞാൻ ജപ്പാൻ എന്നൊരു മൂവി കണ്ടിട്ട് ഞാൻ റിവ്യൂ ചെയ്തിട്ടുണ്ടായിരുന്നു. അതേ എക്സ്പീരിയൻസ് ആയിരുന്നു. സത്യം പറഞ്ഞാൽ ഒരുപാട് നേരം ഫോൺ നോക്കി, ചുമ്മാ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ നോക്കി. കാരണം ആ സിനിമയിലെ ഒരു സീക്വൻസുമായിട്ട് എനിക്ക് കണക്ട് ചെയ്യാൻ പറ്റുന്നില്ല. എനിക്ക് ആകെ കൂടി ഇതിൽ കുറച്ചെങ്കിലും നമ്മൾ കണ്ടോണ്ടിരിക്കുമ്പോൾ ഓക്കെ ഫൈൻ എന്ന രീതിയിൽ തോന്നിക്കുന്നതെന്ന് വെച്ചാൽ ചാക്കോച്ചന്റെയും സുരാജ് ഏട്ടന്റെയും ആ ഒരു പെർഫോമൻസ് വരുന്ന കുറച്ച് സീക്വൻസ് ആണ്. ബാക്കിയെല്ലാം ഇപ്പൊ സിംഹത്തിന്റെ സീക്വൻസ് ആയാൽ പോലും വേറൊരു സ്ഥലത്ത് ഷൂട്ട് ചെയ്തിട്ട് അതിനെ കൊണ്ട് ഈ ഒരു സീനിൽ കോമ്പോസിറ്റ് ചെയ്താണ്. കോമ്പോസിറ്റ് CJ ചെയ്തതാണ്. പക്ഷെ അതും CJ വർക്കും ആ ഒരു VFX ഒക്കെ നല്ല രീതിക്ക് പ്രോപ്പർ ആക്കായിരുന്നു. ആൻഡ് മൂവിയിലെ മറ്റുള്ള കാര്യങ്ങൾ, ക്യാരക്ടേഴ്സ് ആയാലും ഇമോഷൻസ് ആയാലും ഒന്നും ഈ ഒരു എൻ്റയർ മൂവി വാസ് ലൈക്ക് എനിക്ക് ഒരു ഫീലും തരാത്ത ഒരു സിനിമയാണ്. ഇത് എന്റെ മാത്രം ഒപ്പീനിയൻ ആണ്. ബാക്കിയുള്ളവർക്ക് സിനിമ ഇഷ്ടപ്പെടാം, കണക്ട് ആവാം, സിംഹത്തിന്റെ കോൺസെപ്റ്റ് ആയാലും ആ ഒരു കോമഡി സീക്വൻസ് ആയാലും എല്ലാം വർക്കാവായിരിക്കാം. പക്ഷെ എന്നെ സംബന്ധിച്ചോളം എനിക്ക് ഒട്ടും കണക്ട് ആവാത്ത ഒരു മൂവിയാണ്. ആൻഡ് റീസെന്റ് ഞാൻ തിയേറ്ററിൽ പോയി കണ്ടത് വെച്ച് തന്നെ നല്ല രീതിക്ക് നിരാശപ്പെടുത്തിയ ഒരു സിനിമയും കൂടിയാണ്. സോ എന്നാൽ നിങ്ങൾ കണ്ടു നോക്കൂ. കണ്ടിട്ട് നിങ്ങളെ ഒപ്പീനിയൻസ് എന്ന് വെച്ചാൽ കമന്റ് ചെയ്യൂ. ഓൾറെഡി സിനിമ കണ്ടവരാണെങ്കിൽ നിങ്ങളുടെ ഒപ്പീനിയൻസ് കൂടി കമന്റ് ചെയ്യൂ. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യൂ, ഷെയർ ചെയ്യൂ. ഇതുപോലത്തെ കൂടുതൽ വീഡിയോസ് ഞാൻ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ. താങ്ക് യു സോ മച്ച്.